ശാന്തി 8/4/26 പ്രഭാതമുരളി ബാബ്ദാദ മധുബൻ. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, നിങ്ങൾ ദേഹാഭിമാനത്തിൻ്റെ വാതിൽ അടയ്ക്കൂ, എങ്കിൽ മായയുടെ കൊടുങ്കാറ്റ് വരുന്നത് സമാപ്തമാകും. ചോദ്യം: ഏത് കുട്ടികൾക്കാണോ വിശാല ബുദ്ധിയുള്ളത് അവരുടെ അടയാളങ്ങൾ കേൾപ്പിക്കൂ. ഉത്തരം: അവർക്ക് മുഴുവൻ ദിവസവും സർവീസിൻ്റെ തന്നെ ചിന്തകൾ നടന്നുകൊണ്ടിരിക്കും. അവർക്ക് സർവീസ് കൂടാതെ ഇരിക്കുവാൻ സാധിക്കില്ല. മുഴുവൻ വിശ്വത്തെയും ചുറ്റി വളഞ്ഞ് സർവരെയും പതീതത്തിൽ നിന്നും പാവനം എങ്ങനെയാക്കണം എന്ന് അവരുടെ ബുദ്ധിയിലുണ്ടായിരിക്കും. അവർ വിശ്വത്തെ ദുഃഖധാമത്തിൽ നിന്നും സുഖധാമം ആക്കുന്നതിൻ്റെ സേവനം ചെയ്തുകൊണ്ടിരിക്കും. അവർ വളരെ പേരെ തനിക്ക് സമാനം ആക്കിക്കൊണ്ടിരിക്കും. ഓം ശാന്തി. ആത്മീയ പിതാവ് മധുരമധുരമായ കുട്ടികൾക്കിരുന്ന് മനസ്സിലാക്കിച്ചു തരുന്നു. കുട്ടികളെ സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കി പിതാവായ എന്നെ ഓർമ്മിക്കൂ, എങ്കിൽ നിങ്ങളുടെ സർവ ദുഃഖവും സദാകാലത്തേക്ക് മാഞ്ഞു പോകും. സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കി സർവരെയും സഹോദരനാണ് എന്ന ദൃഷ്ടിയിലൂടെ നോക്കൂ, എങ്കിൽ പിന്നെ ദേഹത്തിൻ്റെ ദൃഷ്ടിയും വൃത്തിയും പരിവർത്തനപ്പെടും. ബാബയും അശരീരിയാണ്, ആത്മാവായ നിങ്ങളും അശരീരിയാണ്. ബാബ ആത്മാക്കളെ തന്നെയാണ് നോക്കുന്നത്. എല്ലാവരും അകാല സിംഹാസനത്തിൽ വിരാജിക്കുന്ന ആത്മാക്കളാണ്. നിങ്ങളും ആത്മാക്കൾ പരസ്പരം സഹോദരന്മാരാണ് എന്ന ദൃഷ്ടിയോടെ നോക്കൂ. ഇതിൽ വലിയ പ്രയത്നമുണ്ട്. ദേഹബോധത്തിൽ വരുന്നതിലൂടെ തന്നെയാണ് മായയുടെ കൊടുങ്കാറ്റ് വരുന്നത്. ഈ ദേഹാഭിമാനത്തിൻ്റെ വാതിൽ അടയ്ക്കൂ, എങ്കിൽ മായയുടെ കൊടുങ്കാറ്റ് വരുന്നത് അവസാനിക്കും. ഈ ദേഹി അഭിമാനി ആകുന്നതിൻ്റെ ശിക്ഷണം മുഴുവൻ കൽപ്പത്തിലും ഈ പുരുഷോത്തമ സംഗമയുഗത്തിൽ ബാബ തന്നെയാണ് കുട്ടികളായ നിങ്ങൾക്ക് നൽകുന്നത്. മധുരമധുരമായ വളരെ കാലം വേർപിരിഞ്ഞ ശേഷം തിരിച്ചു കിട്ടിയ കുട്ടികളെ, നിങ്ങൾ അറിയുന്നുണ്ട്, ഇപ്പോൾ നമ്മൾ നരകത്തിൻ്റെ തീരം ഉപേക്ഷിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഈ പുരുഷോത്തമ സംഗമയുഗം തികച്ചും വേറെയാണ്, മധ്യത്തുള്ളതാണ്. ഇടയിലുള്ള നദിയിൽ അല്ലെങ്കിൽ സമുദ്രത്തിലാണ് നിങ്ങളുടെ തോണി ഉള്ളത്. നിങ്ങൾ സത്യയുഗിയുമല്ല, കലിയുഗിയും അല്ല. നിങ്ങൾ പുരുഷോത്തമ സംഗമയുഗി, സർവോത്തമ ബ്രാഹ്മണനാണ്. സംഗമയുഗം ബ്രാഹ്മണരുടേതാണ്. ബ്രാഹ്മണരാണ് കുടുമി. ഇത് ബ്രാഹ്മണരുടെ വളരെ ചെറിയ യുഗമാണ്. ഇത് ഒരേ ഒരു ജന്മത്തിൻ്റെ യുഗമാണ്. ഇതാണ് നിങ്ങളുടെ സന്തോഷത്തിൻ്റെ യുഗം. സന്തോഷം ഏത് കാര്യത്തിൻ്റെതാണ്? ഭഗവാനാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. ഇങ്ങനെയുള്ള സ്റ്റുഡൻസിന് എത്ര സന്തോഷമുണ്ടാകും. ഇപ്പോൾ മുഴുവൻ ചക്രത്തിൻ്റെയും ജ്ഞാനം നിങ്ങളുടെ ബുദ്ധിയിലുണ്ട്. ഇപ്പോൾ നമ്മൾ തന്നെയാണ് ബ്രാഹ്മണർ, പിന്നെ നമ്മൾ തന്നെ ദേവതയാകും. ആദ്യം തൻ്റെ വീടാകുന്ന സ്വീറ്റ് ഹോമിലേക്ക് പോകും, പിന്നെ പുതിയ ലോകത്തിലേക്ക് വരും. നമ്മൾ ബ്രാഹ്മണർ തന്നെയാണ് സ്വദർശന ചക്രധാരി. നമ്മൾ തന്നെയാണ് ഈ കുട്ടി കർണം മറിച്ചിൽ കളിക്കുന്നത്. ഈ വിരാട് രൂപത്തിൽ ബ്രാഹ്മണ കുട്ടികളായ നിങ്ങൾ തന്നെയാണ് അറിയുന്നത്. ബുദ്ധിയിൽ മുഴുവൻ ദിവസവും ഈ കാര്യങ്ങൾ സ്മരിക്കണം. മധുരമായ കുട്ടികളെ, ഇത് നിങ്ങളുടെ വളരെ ലവ്ലിയായ പരിവാരമാണ്. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും വളരെ വളരെ ലവ്ലി ആകേണ്ടതാണ്. ബാബയും മധുരമാണ്. അപ്പോൾ കുട്ടികളെയും ഇങ്ങനെ മധുരമാക്കി മാറ്റുന്നു. ഒരിക്കലും ആരോടും ദേഷ്യപ്പെടുവാൻ പാടില്ല. മനസ്സ വാച കർമ്മണ ആർക്കും ദുഃഖം നൽകാൻ പാടില്ല. ബാബ ഒരിക്കലും ആർക്കും ദുഃഖം നൽകുന്നില്ല. എത്രത്തോളം ബാബയെ ഓർമ്മിക്കുമോ അത്രയും മധുരമായി കൊണ്ടിരിക്കും. ഈ ഓർമ്മയിലൂടെ തന്നെയാണ് തോണി അക്കരയാകുന്നത്. ഇതാണ് ഓർമ്മയുടെ യാത്ര. ഓർമ്മിച്ചോർമ്മിച്ച് ശാന്തിധാമം വഴി സുഖധാമത്തിലേക്ക് പോകേണ്ടതുണ്ട്. ബാബ വന്നിരിക്കുന്നത് തന്നെ
കുട്ടികളെ സദാ സുഖി ആക്കുവാനാണ്. ഭൂതങ്ങളെ ഓടിക്കാനുള്ള യുക്തി ബാബ പറഞ്ഞു തരുന്നു. എന്നെ ഓർമ്മിക്കൂ, എങ്കിൽ ഈ ഭൂതം മാറിക്കൊണ്ടിരിക്കും. ഒരു ഭൂതത്തെയും കൂടെ കൊണ്ടുപോകരുത്. ഏതെങ്കിലും ഭൂതമുണ്ട് എങ്കിൽ ഇവിടെ തന്നെ എൻ്റെ അടുക്കൽ ഉപേക്ഷിച്ചു പോകൂ. നിങ്ങൾ പറയുന്നത് തന്നെ ബാബ വന്ന് നമ്മുടെ ഭൂതങ്ങളെ മാറ്റി പതീതത്തിൽ നിന്നും പാവനമാക്കി മാറ്റൂ എന്നാണ്. അപ്പോൾ ബാബ എത്ര പുഷ്പമാക്കി മാറ്റുന്നു. ബാബയും ദാദയും രണ്ടുപേരും ചേർന്ന് കുട്ടികളായ നിങ്ങളെ അലങ്കരിക്കുന്നു. മാതാപിതാക്കൾ തന്നെയാണല്ലോ കുട്ടികളെ അലങ്കരിക്കുന്നത്. അതാണ് പരിധിയുള്ള പിതാവ്, ഇതാണ് പരിധിയില്ലാത്ത പിതാവ്. അപ്പോൾ കുട്ടികൾ വളരെ സ്നേഹത്തോടെ നടക്കണം, നടത്തിക്കുകയും വേണം. സർവവികാരങ്ങളെയും ദാനം ചെയ്യണം. ദാനം നൽകൂ, എങ്കിൽ ഗ്രഹണം മാറും. ഇതിൽ ഒരു ഒഴിവു കഴിവിൻ്റെയും കാര്യമില്ല. സ്നേഹത്തോടെ നിങ്ങൾക്ക് ആരെയും വശത്താക്കുവാൻ സാധിക്കും. സ്നേഹത്തോടെ അറിവ് നൽകൂ. സ്നേഹം വളരെ മധുരമായ വസ്തുവാണ്. സിംഹത്തെ, ആനയെ, മൃഗങ്ങളെ പോലും മനുഷ്യർ സ്നേഹത്തോടെ വശപ്പെടുത്തുന്നു. അവരാണെങ്കിൽ പിന്നെയും ആസുരീയ മനുഷ്യരാണ്. നിങ്ങൾ ഇപ്പോൾ ദേവതയായിക്കൊണ്ടിരിക്കുന്നു. അതിനാൽ ദേവി ഗുണം ധാരണ ചെയ്ത് വളരെ വളരെ മധുരമാകണം. അന്യോന്യം സഹോദരന്മാരാണ് അഥവാ സഹോദരന്മാരാണ് എന്ന ദൃഷ്ടിയോടെ നോക്കൂ. ആത്മാവിനെ ഒരിക്കലും ദുഃഖിപ്പിക്കുവാൻ സാധിക്കില്ല. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, ഞാൻ നിങ്ങൾക്ക് സ്വർഗത്തിൻ്റെ രാജ്യഭാഗ്യം നൽകുവാൻ വന്നിരിക്കുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് എന്താവശ്യമാണോ അത് എന്നിൽ നിന്നും എടുത്തുകൊള്ളൂ. ഞാൻ നിങ്ങളെ വിശ്വത്തിൻ്റെ അധികാരി, ഡബിൾ കിരീടധാരി ആക്കുവാൻ വന്നിരിക്കുന്നു. എന്നാൽ പ്രയത്നം നിങ്ങൾക്ക് ചെയ്യേണ്ടതുണ്ട്. ഞാൻ ആരിലും കിരീടം വയ്ക്കുകയില്ല. നിങ്ങൾ സ്വന്തം പുരുഷാർത്ഥത്തിലൂടെ തന്നെ സ്വയം തനിക്ക് രാജതിലകം നൽകണം. ബാബ പുരുഷാർത്ഥത്തിൻ്റെ യുക്തി പറഞ്ഞു തരുന്നു. ഇങ്ങനെയെല്ലാം വിശ്വത്തിൻ്റെ അധികാരിയും ഡബിൾ കിരീടധാരിയും സ്വയം തന്നെ ആക്കുവാൻ സാധിക്കും. പഠനത്തിൽ പൂർണ്ണ ശ്രദ്ധ നൽകൂ. ഒരിക്കലും പഠനം ഉപേക്ഷിക്കരുത്. ഏതെങ്കിലും കാരണത്താൽ പിണങ്ങി പഠനം ഉപേക്ഷിച്ചുവെങ്കിൽ വളരെ വളരെ നഷ്ടമുണ്ടാകും. നഷ്ടവും നേട്ടവും നോക്കിക്കൊണ്ടിരിക്കൂ. നിങ്ങൾ ഈശ്വരീയ യൂണിവേഴ്സിറ്റിയിലെ സ്റ്റുഡൻസ് ആണ്. ഈശ്വരനാകുന്ന ബാബയിൽ നിന്നും പഠിച്ചുകൊണ്ടിരിക്കുന്നു. പഠിച്ച് പൂജ്യ ദേവതയായിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ സ്റ്റുഡൻറ്റും ഇങ്ങനെ റെഗുലർ ആകേണ്ടതാണ്. സ്റ്റുഡൻറ് ലൈഫ് ഇസ് ദ ബെസ്റ്റ്. എത്ര പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുമോ, മാനേഴ്സ് നന്നാക്കുമോ, അത്രയും ദ ബെസ്റ്റ് ആകും. മധുരമായ കുട്ടികളെ, ഇപ്പോൾ നിങ്ങളുടെ റിട്ടേൺ ജേർണിയാണ്. എങ്ങനെയാണോ സത്യയുഗം മുതൽ ത്രേത, ദ്വാപരം, കലിയുഗം വരെ താഴെ ഇറങ്ങി വന്നത്, അതേപോലെ ഇപ്പോൾ നിങ്ങൾക്ക് അയൺ ഏജിൽ നിന്നും മുകളിൽ ഗോൾഡൻ ഏജ് വരെയും പോകേണ്ടതുണ്ട്. എപ്പോഴാണോ സിൽവർ ഏജ് വരെയും എത്തിച്ചേരുന്നത്, അപ്പോൾ പിന്നെ ഈ കർമ്മേന്ദ്രിയങ്ങളുടെ ചഞ്ചലത സമാപ്തമാകും. അതിനാൽ എത്രത്തോളം ബാബയെ ഓർമ്മിക്കുമോ അത്രയും ആത്മാക്കളായ നിങ്ങളിൽ നിന്നും രജോ തമയുടെ തുരുമ്പ് മാറിക്കൊണ്ടിരിക്കും. എത്രത്തോളം തുരുമ്പ് മാറുമോ അത്രയും ബാബയാകുന്ന കാന്തത്തിൻ്റെ നേർക്ക് ആകർഷണം വർദ്ധിച്ചുകൊണ്ടിരിക്കും. ആകർഷണം ഉണ്ടാകുന്നില്ല എങ്കിൽ തീർച്ചയായും തുരുമ്പ് പിടിച്ചിരിക്കുകയാണ്. തുരുമ്പ് പൂർണ്ണമായും മാറി പ്യോർ സ്വർണമായി മാറണം. അതാണ് അന്തിമ കർമാതീത അവസ്ഥ. നിങ്ങൾക്ക് ഗൃഹസ്ഥ വ്യവഹാരത്തിൽ പ്രവൃത്തിയിൽ ഇരിക്കുമ്പോഴും കമല പുഷ്പ സമാനം ആകേണ്ടതുണ്ട്. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, വീടും കുടുംബവും സംരക്ഷിക്കൂ. ശരീര നിർവഹണാർത്ഥം കാര്യവ്യവഹാരവും ചെയ്യൂ. അതിനോടൊപ്പം ഈ പഠനവും പഠിച്ചുകൊണ്ടിരിക്കൂ. കൈകൾ കർമ്മം ചെയ്യട്ടെ, ഹൃദയം ഓർമ്മിക്കട്ടെ എന്ന മഹിമയുമുണ്ട്. കാര്യവ്യവഹാരങ്ങൾ ചെയ്യുമ്പോഴും ഒരു പ്രിയതമനായ ബാബയെ ഓർമ്മിക്കണം.
നിങ്ങൾ പകുതി കൽപ്പമായുള്ള പ്രിയതമകളാണ്. നൗദ ഭക്തിയിലും നോക്കൂ, കൃഷ്ണനെയും മറ്റും എത്ര സ്നേഹത്തോടെ ഓർമ്മിക്കുന്നു. അതാണ് നൗദ ഭക്തി, ഇളകാത്ത ഭക്തി. കൃഷ്ണന്റെ ഇളകാത്ത ഓർമ്മയുണ്ടായിരിക്കുന്നു, എന്നാൽ അതിലൂടെ ആർക്കും മുക്തി ലഭിക്കുന്നില്ല. ഇത് പിന്നെ നിരന്തരം ഓർമ്മിക്കുന്നതിൻ്റെ ജ്ഞാനമാണ്. ബാബ പറയുന്നു, പതീത പാവനായ പിതാവായ എന്നെ ഓർമ്മിക്കൂ, എങ്കിൽ നിങ്ങളുടെ പാപം നശിക്കും. എന്നാൽ മായയും വലിയ ഗുസ്തിക്കാരനാണ്, ആരെയും വിടുന്നില്ല. മായയോട് വീണ്ടും വീണ്ടും തോൽക്കുന്നതിലൂടെ തല കുനിച്ച് പശ്ചാത്തപിക്കേണ്ടതാണ്. ബാബ മധുരമായ കുട്ടികൾക്ക് ശ്രേഷ്ഠ മതം നൽകുന്നു. ശ്രേഷ്ഠം ആകുന്നതിനു വേണ്ടി കുട്ടികൾ ഇത്രത്തോളം പ്രയത്നിക്കുന്നില്ല എന്ന് ബാബ കാണുന്നുണ്ട്. അതിനാൽ ബാബയ്ക്ക് ദയവ് തോന്നുന്നു. അഥവാ ഈ അഭ്യാസം ഇപ്പോൾ ചെയ്യുകയില്ല എങ്കിൽ പിന്നെ വളരെയധികം ശിക്ഷകൾ അനുഭവിക്കേണ്ടി വരും. കൽപ്പകൽപ്പങ്ങളിൽ ചില്ലിക്കാശിന്റെ പദവി നേടിക്കൊണ്ടിരിക്കും. മുഖ്യമായ കാര്യമാണ് മധുരമായ കുട്ടികളെ ബാബ മനസ്സിലാക്കിച്ചു തരുന്നു. ദേഹി അഭിമാനിയാകൂ. ദേഹസഹിതം ദേഹത്തിന്റെ സർവ സംബന്ധങ്ങളും മറന്ന് എന്നെ മാത്രം ഓർമ്മിക്കൂ. പാവനവും തീർച്ചയായും ആകേണ്ടതുണ്ട്. കുമാരി എപ്പോൾ പവിത്രമായിരിക്കുന്നു അപ്പോൾ എല്ലാവരും കുമാരിയെ ശിരസ് നമിക്കുന്നു. വിവാഹം കഴിഞ്ഞ ശേഷം പിന്നെ പൂജാരിയായി മാറുന്നു. എല്ലാവരുടെയും മുന്നിൽ ശിരസ് കുനിക്കേണ്ടി വരുന്നു. കന്യക ആദ്യം പിതാവിൻ്റെ ഗൃഹത്തിലായിരിക്കും. അപ്പോൾ ഇത്രയും കൂടുതൽ സംബന്ധം ഓർമ്മ വരുന്നില്ല. വിവാഹശേഷം ദേഹത്തിൻ്റെ സംബന്ധവും വർദ്ധിച്ചു വരുന്നു. പിന്നെ പതിയിലും കുട്ടികളിലും മോഹം വർദ്ധിക്കുന്നു. അമ്മായി അമ്മ, അമ്മായി അച്ഛൻ ആദിയായ സർവരെയും ഓർമ്മ വന്നുകൊണ്ടിരിക്കും. ആദ്യം കേവലം മാതാപിതാക്കളിൽ മാത്രമായിരിക്കും മോഹമുണ്ടാകുന്നത്. ഇവിടെയാണെങ്കിൽ പിന്നെ ആ എല്ലാ സംബന്ധങ്ങളെയും മറക്കേണ്ടി വരുന്നു. കാരണം ഇത് ഒരേ ഒരു നിങ്ങളുടെ സത്യമായ മാതാവും പിതാവുമാണല്ലോ. ഇതാണ് ഈശ്വരീയ സംബന്ധം. ത്വമേവ മാതാശ്ച പിതാ ത്വമേവ, അതായത് നീ ഒരാൾ മാത്രമാണ് മാതാവും പിതാവും എന്ന് പാടുന്നുമുണ്ട്. ഈ മാതാവും പിതാവും നിങ്ങളെ വിശ്വത്തിന്റെ അധികാരിയാക്കുന്നു. അതിനാൽ ബാബ പറയുന്നു, പരിധിയില്ലാത്ത പിതാവായ എന്നെ നിരന്തരം ഓർമ്മിക്കൂ. മറ്റൊരു ദേഹധാരിയോടും മമത്വം വയ്ക്കാതിരിക്കൂ. സ്ത്രീക്ക് കലിയുഗി പതിയുടെ എത്ര ഓർമ്മയുണ്ടായിരിക്കുന്നു. പതിയാണെങ്കിൽ അഴുക്കുചാലിൽ വീഴ്ത്തുന്നു. ഈ പരിധിയില്ലാത്ത ബാബയാണെങ്കിൽ നിങ്ങളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നു. ഇങ്ങനെയുള്ള മധുരമായ ബാബയെ വളരെ സ്നേഹത്തോടെ ഓർമ്മിച്ചുകൊണ്ട് സ്വദർശന ചക്രം തിരിച്ചുകൊണ്ടിരിക്കൂ. ഈ ഓർമ്മയുടെ ബലത്തിലൂടെ തന്നെയാണ് നിങ്ങളുടെ ആത്മാവ് കാഞ്ചനമായി, അതായത് സ്വർണമായി, സ്വർഗത്തിന്റെ അധികാരിയായി മാറുന്നത്. സ്വർഗത്തിന്റെ പേര് കേൾക്കുമ്പോൾ തന്നെ മനസ്സ് സന്തോഷിക്കുന്നു. ആരാണോ നിരന്തരം ഓർമ്മിക്കുന്നത്, മറ്റുള്ളവരിലും ഓർമ്മ വരുത്തിക്കൊണ്ടിരിക്കുന്നത്, അവർ ഉയർന്ന പദവി നേടും. ഈ പുരുഷാർത്ഥം ചെയ്ത് അന്തിമത്തിൽ നിങ്ങളുടെ ആ അവസ്ഥ ശേഖരിക്കപ്പെടും. ഈ ലോകമാണെങ്കിൽ പഴയതാണ്, ദേഹവും പഴയതാണ്. ദേഹസഹിതം ദേഹത്തിന്റെ സർവസംബന്ധവും പഴയതാണ്. അവയെല്ലാത്തിൽ നിന്നും ബുദ്ധിയോഗം മാറ്റി ഒരു ബാബയുമായി കൂട്ട് യോജിപ്പിക്കണം. അന്തിമകാലത്തിലും ആ ഒരു ബാബയുടെ തന്നെ ഓർമ്മയുണ്ടായിരിക്കട്ടെ. മറ്റേതെങ്കിലും സംബന്ധം ഓർമ്മയുണ്ടായിരിക്കുകയാണ് എങ്കിൽ പിന്നെ അന്തിമത്തിലും ആ ഓർമ്മ വരും. പദവി ഭ്രഷ്ടമായി പോകും. അന്തിമകാലത്തിൽ ആരാണോ പരിധിയില്ലാത്ത ബാബയുടെ ഓർമ്മയിൽ ഇരിക്കുന്നത്, അവർ തന്നെയാണ് നരനിൽ നിന്നും നാരായണനാകുന്നത്. ബാബയുടെ ഓർമ്മയുണ്ട് എങ്കിൽ പിന്നെ ശിവാലയം അകലെയല്ല. മധുരമായ വളരെ കാലം വേർപിരിഞ്ഞ ശേഷം തിരിച്ചു കിട്ടിയ കുട്ടികൾ പരിധിയില്ലാത്ത ബാബയുടെ അടുക്കൽ വരുന്നത് തന്നെ റിഫ്രഷ് ആകുന്നതിന് വേണ്ടിയാണ്. കാരണം കുട്ടികൾക്കറിയാം, പരിധിയില്ലാത്ത ബാബയിൽ നിന്നും പരിധിയില്ലാത്ത
വിശ്വത്തിൻ്റെ ചക്രവർത്തി പദം ലഭിക്കുന്നു. ഇതൊരിക്കലും മറക്കുവാൻ പാടില്ലാത്തതാണ്. അത് സദാ ഓർമ്മയുണ്ടായിരിക്കട്ടെ. അങ്ങനെയാണെങ്കിലും കുട്ടികൾക്ക് അപാര സന്തോഷമുണ്ടായിരിക്കും. ഈ ബാഡ്ജ് നടക്കുമ്പോഴും ചുറ്റി സഞ്ചരിക്കുമ്പോഴും ഓരോ നിമിഷവും നോക്കിക്കൊണ്ടിരിക്കൂ. പൂർണ്ണമായും ഹൃദയത്തോട് ചേർത്ത് വയ്ക്കൂ. ആഹാ, ഭഗവാന്റെ ശ്രീമത്തിലൂടെ നമ്മൾ ഇതായിക്കൊണ്ടിരിക്കുന്നു. ബാഡ്ജ് നോക്കിക്കൊണ്ട് ആ ഒന്നിനെ സ്നേഹിച്ചുകൊണ്ടിരിക്കൂ. ബാബ ബാബ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കൂ. അപ്പോൾ സദാ സ്മൃതി നിലനിൽക്കും. നമ്മൾ ബാബയിലൂടെ ഇതാവുകയാണ്. ബാബയുടെ ശ്രീമത്തനുസരിച്ച് നടക്കണമല്ലോ. മധുരമായ കുട്ടികൾക്ക് വലിയ വിശാല ബുദ്ധി ആവശ്യമാണ്. മുഴുവൻ ദിവസവും സർവീസിൻ്റെ തന്നെ ചിന്ത നടന്നുകൊണ്ടിരിക്കട്ടെ. ആർക്കാണോ സർവീസ് ഇല്ലാതെ ഇരിക്കുവാൻ സാധിക്കാത്തത്, ബാബയ്ക്ക് ആ കുട്ടികളെ വേണം. കുട്ടികളായ നിങ്ങൾ മുഴുവൻ വിശ്വത്തെയും ചുറ്റി വളയണം. അതായത് പതീത ലോകത്തെ പാവനമാക്കണം. മുഴുവൻ വിശ്വത്തെയും ദുഃഖധാമത്തിൽ നിന്നും സുഖധാമം ആക്കണം. ടീച്ചറിനും പഠിപ്പിക്കുന്നതിൽ രസം തോന്നുന്നുവല്ലോ. നിങ്ങളാണെങ്കിൽ ഇപ്പോൾ വളരെ ഉയർന്ന ടീച്ചറായിരിക്കുന്നു. എത്ര നല്ല ടീച്ചറാണോ അവർ വളരെ പേരെ തനിക്ക് സമാനമാക്കും. ഒരിക്കലും ക്ഷീണിക്കുകയില്ല. ഈശ്വരീയ സർവീസിൽ വളരെ സന്തോഷമുണ്ടായിരിക്കും. ബാബയുടെ സഹായം ലഭിക്കുന്നു. ഇത് വലിയ പരിധിയില്ലാത്ത വ്യാപാരവുമാണ്. വ്യാപാരികൾ തന്നെയാണ് ധനികരാകുന്നത്. അവർ ഈ ജ്ഞാനമാർഗത്തിലും കൂടുതൽ തുള്ളിച്ചാടുന്നു. ബാബയും പരിധിയില്ലാത്ത വ്യാപാരിയാണല്ലോ. കരാർ വളരെ ഫസ്റ്റ് ക്ലാസ് ആണ്. എന്നാൽ ഇതിൽ വലിയ ധൈര്യം ധാരണ ചെയ്യേണ്ടി വരും. പുതിയ പുതിയ കുട്ടികൾക്ക് പഴയവരെക്കാൾ പുരുഷാർത്ഥത്തിൽ മുന്നിൽ പോകുവാൻ സാധിക്കും. ഓരോരുത്തരുടേതും ഇൻഡിവിജ്വൽ ഭാഗ്യമാണ്. അപ്പോൾ പുരുഷാർത്ഥവും ഓരോരുത്തർക്ക് ഇൻഡിവിജ്വലായി ചെയ്യണം. തൻ്റെ പൂർണ്ണ ചെക്കിംഗ് ചെയ്യേണ്ടതാണ്. ഇങ്ങനെ ചെക്കിംഗ് ചെയ്യുന്നവർ പൂർണ്ണമായും രാവും പകലും പുരുഷാർത്ഥത്തിൽ മുഴുകും. അവർ പറയും, നമ്മൾ തൻ്റെ സമയം എന്തിനു പാഴാക്കണം? എത്ര സാധിക്കുമോ സമയം സഫലമാക്കട്ടെ. സ്വയം തന്നോട് ഉറച്ച പ്രതിജ്ഞ ചെയ്യുന്നു. നമ്മൾ ബാബയെ ഒരിക്കലും മറക്കുകയില്ല. സ്കോളർഷിപ്പ് നേടിയിട്ടേ വിടുകയുള്ളൂ. അങ്ങനെയുള്ള കുട്ടികൾക്ക് പിന്നെ സഹായവും ലഭിക്കുന്നു. ഇങ്ങനെയുള്ള പുതിയ പുതിയ പുരുഷാർത്ഥികളായ കുട്ടികളെയും നിങ്ങൾ കാണും. സാക്ഷാത്കാരം കണ്ടുകൊണ്ടിരിക്കും. ഏതുപോലെ ആരംഭത്തിൽ ഉണ്ടായിരുന്നുവോ അതേപോലെ അന്തിമത്തിലും കാണും. എത്ര സമീപം ആയിക്കൊണ്ടിരിക്കുമോ അത്രയും സന്തോഷത്തിൽ നൃത്തമാടിക്കൊണ്ടിരിക്കും. അവിടെ ആവശ്യമില്ലാതെയുള്ള രക്തച്ചൊരിച്ചിലിൻ്റെ കളിയും നടന്നുകൊണ്ടിരിക്കും. കുട്ടികളായ നിങ്ങളുടെ ഈശ്വരീയ റേസ് നടന്നുകൊണ്ടിരിക്കുന്നു. എത്രത്തോളം മുന്നിൽ ഓടിക്കൊണ്ടിരിക്കുമോ അത്രയും പുതിയ ലോകത്തിൻ്റെ ദൃശ്യങ്ങളും സമീപത്ത് വന്നുകൊണ്ടിരിക്കും. സന്തോഷം വർദ്ധിച്ചുകൊണ്ടിരിക്കും. ആർക്കാണോ ദൃശ്യങ്ങളും സമീപത്ത് കാണാത്തത് അവർക്ക് സന്തോഷവും ഉണ്ടാകില്ല. ഇപ്പോഴാണെങ്കിൽ കലിയുഗി ലോകത്തോട് വൈരാഗ്യവും സത്യുഗി പുതിയ ലോകത്തോട് വളരെയധികം സ്നേഹവും ഉണ്ടാകേണ്ടതാണ്. ശിവ് ബാബയുടെ ഓർമ്മയുണ്ടായിരിക്കുമെങ്കിൽ സ്വർഗത്തിൻ്റെ സമ്പത്തും ഓർമ്മയുണ്ടായിരിക്കും. സ്വർഗത്തിൻ്റെ സമ്പത്ത് ഓർമ്മ ഉണ്ടായിരിക്കുകയാണെങ്കിൽ ശിവ് ബാബയുടെയും ഓർമ്മയുണ്ടായിരിക്കും. കുട്ടികളായ നിങ്ങൾക്കറിയാം, ഇപ്പോൾ നമ്മൾ സ്വർഗത്തിൻ്റെ നേർക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. പാദം നരകത്തിൻ്റെ നേർക്കാണ്, ശിരസ് സ്വർഗത്തിൻ്റെ നേർക്ക്. ഇപ്പോഴാണെങ്കിൽ ചെറിയവരും മുതിർന്നവരുമായ എല്ലാവരുടെയും വാനപ്രസ്ഥ അവസ്ഥയാണ്. ബാബയ്ക്ക് സദാ ഈ ലഹരിയുണ്ട്. ആഹാ, ഞാൻ പോയി ഈ ബാലകൃഷ്ണനാകും. ആ ഒന്നിനു വേണ്ടി ഇൻ അഡ്വാൻസ് സമ്മാനങ്ങളും അയച്ചുകൊണ്ടിരിക്കുന്നു. ആർക്കാണോ പൂർണ്ണ നിശ്ചയമുള്ളത് ആ ഗോപികമാർ സമ്മാനങ്ങൾ അയക്കുന്നു. അവർക്ക് അതീന്ദ്രിയ സുഖത്തിൻ്റെ അനുഭവം വരുന്നു. നമ്മൾ തന്നെയാണ് അമരലോകത്തിൽ ദേവതയാകുന്നത്. കഴിഞ്ഞ കൽപ്പത്തിലും നമ്മൾ തന്നെ ആയിരുന്നു.
പിന്നെ നമ്മൾ 84 ജന്മങ്ങൾ എടുത്തു. ഈ കുട്ടിക്കരണ മറിച്ചിൽ ഓർമ്മയുണ്ടായിരുന്നാലും അഹോ സൗഭാഗ്യം. സദാ അളവറ്റ സന്തോഷത്തിലിരിക്കൂ. വളരെ വലിയ ലോട്ടറി ലഭിച്ചുകൊണ്ടിരിക്കുന്നു. 5000 വർഷങ്ങൾക്ക് മുമ്പും നമ്മൾ രാജ്യഭാഗ്യം നേടിയിരുന്നു. വീണ്ടും നാളെ നേടും ഡ്രാമയിൽ അടങ്ങിയിട്ടുണ്ട്. എങ്ങനെയാണോ കഴിഞ്ഞ കൽപ്പത്തിൽ ജന്മം എടുത്തിരുന്നത് അതേപോലെ തന്നെ എടുക്കും. അവർ തന്നെ നമ്മുടെ മാതാപിതാക്കളാകും. ആരാണോ കൃഷ്ണന്റെ പിതാവായിരുന്നത് അയാൾ തന്നെ വീണ്ടുമാകും. ഇങ്ങനെയെല്ലാം ആരാണോ മുഴുവൻ ദിവസവും ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പോൾ അവർ വളരെയധികം രമണീകതയിലിരിക്കും. വിചാരസാഗര മഥനം ചെയ്യുന്നില്ല എങ്കിൽ അൺഹെൽത്തി ആയതുപോലെയായി, അനാരോഗ്യം പോലെയായി. പശു ഭക്ഷണം കഴിച്ചാൽ മുഴുവൻ ദിവസവും അയവിറക്കിക്കൊണ്ടിരിക്കുന്നു, വായ് ചലിച്ചുകൊണ്ടിരിക്കുന്നു. വായ് ചലിച്ചില്ലെങ്കിൽ രോഗമുണ്ടെന്ന് മനസ്സിലാക്കും. ഇതും ഇങ്ങനെ തന്നെയാണ്. പരിധിയില്ലാത്ത ബാബയും ദാദയും രണ്ടുപേർക്കും മധുരമായ കുട്ടികളോട് വളരെ സ്നേഹമുണ്ട്. എത്ര സ്നേഹത്തോടെ പഠിപ്പിക്കുന്നു, കറുപ്പിൽ നിന്നും വെളുപ്പാക്കുന്നു. അപ്പോൾ കുട്ടികൾക്കും സന്തോഷത്തിന്റെ രസം കയറേണ്ടതാണ്. രസം കയറുന്നത് ഓർമ്മയുടെ യാത്രയിലൂടെയാണ്. ബാബ കൽപ്പകൽപ്പങ്ങളിൽ വളരെ സ്നേഹത്തോടെ ലവ്ലി സർവീസ് ചെയ്യുന്നു. 5 തത്വങ്ങൾ സഹിതം സർവരെയും പാവനമാക്കുന്നു. എത്ര വലിയ പരിധിയില്ലാത്ത സേവനമാണ്. ബാബ വളരെ സ്നേഹത്തോടെ കുട്ടികൾക്ക് ശിക്ഷണവും നൽകുന്നു. കാരണം കുട്ടികളെ നന്നാക്കുന്നത് ബാബയുടെയും ടീച്ചറിന്റെയും കാര്യമാണ്. ബാബയുടേതാണ് ശ്രീമത്. അതിലൂടെ തന്നെയാണ് ശ്രേഷ്ഠമാകുന്നത്. എത്രത്തോളം സ്നേഹത്തോടെ ഓർമ്മിക്കുമോ അത്രയും ശ്രേഷ്ഠമാകും. നമ്മൾ ശ്രീമത് അനുസരിച്ച് നടക്കുന്നുണ്ടോ അതോ സ്വന്തം മതമനുസരിച്ച് നടക്കുകയാണോ എന്നതും ചാർട്ടിൽ എഴുതേണ്ടതാണ്. ശ്രീമത് അനുസരിച്ച് നടക്കുന്നതിലൂടെയാണ് നിങ്ങൾ ആക്യുറേറ്റ് ആകുന്നത്. ശരി, മധുരമായ സിഖിലതെ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ അച്ഛൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം. സ്വയം തന്നോട് പ്രതിജ്ഞ ചെയ്യണം, നമ്മൾ നമ്മുടെ സമയം വേസ്റ്റ് ചെയ്യുകയില്ല. സംഗമത്തിലെ ഓരോ നിമിഷവും സഫലമാക്കും. നമ്മൾ ബാബയെ ഒരിക്കലും മറക്കുകയില്ല. സ്കോളർഷിപ്പ് എടുക്കുക തന്നെ ചെയ്യും. ഇപ്പോൾ നമ്മുടെ വാനപ്രസ്ഥ അവസ്ഥയാണ് എന്ന സ്മൃതി സദാ ഉണ്ടായിരിക്കട്ടെ. പാദം നരകത്തിന്റെ നേർക്കും ശിരസ് സ്വർഗത്തിന്റെ നേർക്കുമാണ്. കുട്ടിക്കരണം അറിയുന്നത് ഓർമ്മിച്ച് അളവറ്റ സന്തോഷത്തിലിരിക്കണം. ദേഹി അഭിമാനി ആകുന്നതിൽ പ്രയത്നിക്കണം. വരദാനം. തൻ്റെ സർവശ്രേഷ്ഠ പൊസിഷന്റെ ലഹരിയിലൂടെ അനേകം ആത്മാക്കളുടെ മംഗളം ചെയ്യുന്ന അതോറിറ്റി സ്വരൂപമായി ഭവിക്കട്ടെ. നമ്മൾ ഓൾമൈറ്റി അതോറിറ്റിയുടെ കുട്ടികളാണ്. ഇതാണ് സർവശ്രേഷ്ഠ പൊസിഷൻ. ഈ പൊസിഷന്റെ ലഹരിയിൽ ഇരിക്കൂ. അപ്പോൾ മായയുടെ അധീനത സമാപ്തമാകും. ഈ അതോറിറ്റിയുടെ സ്വരൂപം ആകുന്നതിലൂടെ ഏതൊരു ആത്മാവിൻ്റെയും മംഗളം ചെയ്യുവാൻ സാധിക്കും. ആരാണോ സദാ ഈ ലഹരിയിൽ ഇരിക്കുന്നത് അവർ സദാകാലത്തെ രാജ്യഭാഗ്യം പ്രാപ്തമാക്കുന്നു. ഈ അതോറിറ്റി സദാ നിലനിർത്തൂ. എങ്കിൽ വിശ്വം താങ്കളുടെ മുന്നിൽ കുനിയും. താങ്കൾക്ക് ആരുടെയും മുന്നിൽ കുനിയുവാൻ ആകില്ല. സ്ലോഗൻ. ചെയ്യിക്കുന്നവനായ ബാബയുടെ സ്മൃതിയിലൂടെ ഞാനെന്ന ഭാവത്തെ സമാപ്തമാക്കൂ. അവ്യക്ത സൂചന. മഹാൻ ആകുന്നതിനു വേണ്ടി മധുരതയുടെയും വിനയത്തിൻ്റെയും ഗുണം ധാരണ ചെയ്യൂ. മധുരതയിലൂടെ ബാബയുടെ സാമീപ്യത്തിൻ്റെ സാക്ഷാത്കാരം ചെയ്യിക്കൂ. താങ്കളുടെ സങ്കല്പത്തിലും മധുരത, വാക്കിലും മധുരത, കർമ്മത്തിലും മധുരത ഉണ്ടായിരിക്കട്ടെ.
ഇതുതന്നെയാണ് ബാബയുടെ സാമീപ്യം. അതിനാൽ ബാബയും ദിവസവും പറയുന്നു, മധുരമധുരമായ കുട്ടികളെ. കുട്ടികളും റെസ്പോണ്ട് ചെയ്യുന്നു, മധുരമധുരമായ ബാബ. ദിവസേനയുള്ള ഈ മധുരതയുടെ വാക്കുകൾ മധുരമാക്കി മാറ്റുന്നു. ഓം ശാന്തി. ഈ ദേഹമാകുന്ന ക്ഷേത്രത്തിൽ സ്ഥിതി ചെയ്യുന്ന ഞാൻ ആത്മാവ് ഒരു ചൈതന്യ ശക്തിയാണ്. ഈ ആത്മസ്മൃതിയിൽ സ്ഥിതി ചെയ്യുമ്പോൾ എൻ്റെ ശുദ്ധവും പവിത്രവുമായ എൻ്റെ യഥാർത്ഥ സ്വരൂപം എനിക്ക് അനുഭവവേദ്യമാകുന്നു. ഈശ്വരൻ്റെ ധാമത്തിൽ നിന്നും ഈ കർമ്മക്ഷേത്രത്തിൽ വന്നപ്പോൾ എൻ്റെ ആത്മസ്വരൂപം അതിനിർമ്മലവും അതിപവിത്രവുമായിരുന്നു. എൻ്റെ ആ നിർമ്മലവും ശുദ്ധവുമായ സ്വരൂപത്തിൻ്റെ പരിപൂർണ അനുഭവം നേടുന്നതിന് ഞാൻ ശാന്തിയുടെ ധാമമായ ആ ജ്യോതിദേശത്തിൽ ബ്രഹ്മതത്വം വ്യാപിച്ചിരിക്കുന്ന ആ ദിവ്യധാമത്തിൽ സങ്കല്പം കൊണ്ട് യാത്ര ചെയ്യുകയാണ്. ഈ ദിവ്യ ജ്യോതിദേശത്തിൽ എൻ്റെ ആന്തരിക നേത്രത്തിലൂടെ പരമാത്മാ സ്വരൂപം ദർശിക്കുന്ന മാത്രയിൽ പരമാത്മാ ശാന്തിയുടെ അനന്ത കിരണങ്ങൾ ആത്മാവിൽ ഉൾക്കൊള്ളപ്പെടുകയാണ്. അനന്യഭാവത്തിൽ ആ പരമാത്മാ സ്വരൂപത്തിലേക്ക് എൻ്റെ മനസ്സിനെ ഏകാഗ്രമാക്കുമ്പോൾ അനിർവചനീയമായ ദിവ്യ അലൗകിക സ്നേഹത്തിൽ ഞാൻ ലയിച്ചു ചേരുന്നു. സർവബന്ധനമുക്തവും ആനന്ദമയവുമായ സ്ഥിതി ഞാൻ അനുഭവിക്കുന്നു. ഈ ദിവ്യവും അലൗകികവുമായ ഈശ്വരീയ പ്രാപ്തികളുടെ അനുഭവം സംഗമയുഗത്തിലെ സർവശ്രേഷ്ഠ ഭാഗ്യമാണ്. സാകാര സൃഷ്ടിയിലെ എൻ്റെ സഹോദര ആത്മാക്കൾക്കും അവരുടെ ജന്മസിദ്ധ അവകാശമായ ഈശ്വരീയ പ്രാപ്തികൾ ലഭിക്കട്ടെ എന്ന ശക്തിശാലി ശുഭസങ്കൽപ്പം ഞാൻ അവരിലേക്ക് അയക്കുകയാണ്. ഹേ ആത്മാക്കളെ,
ബാബ സർവ ആത്മാക്കൾക്കും മുക്തിയുടെയും ജീവൻ മുക്തിയുടെയും ഈശ്വരീയ സമ്പത്ത് നൽകുവാൻ വന്നു കഴിഞ്ഞു എന്ന മനസ്സിൻ്റെ സങ്കല്പം ആ ആത്മാക്കളിൽ എത്തട്ടെ. സംഗമയുഗത്തിലെ ഈ സർവശ്രേഷ്ഠ ഭാഗ്യത്തിന് ആ ആത്മാക്കൾ യോഗ്യരായി മാറട്ടെ.